മികച്ച ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ടും ട്രെയിലർ കൊണ്ടും ടീസർ കൊണ്ടും മികച്ച ഹൈപ്പിലേക്ക് കയറിയ ബ്രഹ്മയുഗം എന്ന മമ്മൂക്ക ചിത്രം ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ്. ഇന്നലെ വിദേശത്തെ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മമ്മൂക്ക ഈ ഒരു സിനിമ എങ്ങനെ നിങ്ങൾ കാണണം, എന്താണ് ഈ ഒരു ചിത്രത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെപ്പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാകുലപ്പെടുത്തുമോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യ അനുഭവമായിരിക്കും. പുതിയ തലമുറയുടെ മലയാള സിനിമയിൽ ഇതൊരു ആദ്യ അനുഭവമായിരിക്കുമെന്നാണ് മമ്മൂക്ക ട്രെയിലർ ഗ്ലോബൽ ലോഞ്ചിൽ വെച്ച് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും ശരി തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണാൻ പുതിയ തലമുറയ്ക്ക് ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. അത് ശരിക്കും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തിയേറ്ററിൽ പ്രേക്ഷകന് സമ്മാനിക്കുക. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ ആദ്യ ഷോ കഴിയുന്നത് വരെ ഈ ഒരു സിനിമയെക്കുറിച്ച് യാതൊരു അവകാശവാദങ്ങളും ഇല്ല എന്നാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ഗ്ലോബൽ ട്രെയിലർ ലോഞ്ചിൽ വെച്ചിൽ പറയാതെ പറയുന്നത്. റോഷാക്ക് പോലെ ഒരു പരീക്ഷണ ചിത്രമാണ് ബ്രഹ്മയുഗം. ചിത്രം പീക്ക് ലെവൽ ഹൈപ്പിലേക്ക് ട്രെയിലറോട് കൂടെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സൺഡേ ആയ ഇന്ന് ആരംഭിക്കുന്നില്ല, തിങ്കളാഴ്ചയായ നാളെ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അടുത്ത ആഴ്ചയിലെ സിനിമകളും കൂടെ തിയേറ്ററിൽ എത്തുന്നതോടുകൂടെ ബോക്സ് ഓഫീസ് ശരിക്കും ശക്തമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയ പ്രേമലു ഗംഭീര അഭിപ്രായമായിട്ട് തിയേറ്ററിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റ് കണ്ടിരിക്കാം, ഒരു വട്ടം കണ്ടു നോക്കാം എന്നുള്ള അഭിപ്രായം ടൊവിനോ ചിത്രത്തിനുമുണ്ട്. അടുത്ത ആഴ്ച തുണ്ട് എന്ന് പറയുന്ന സിനിമയും ബ്രഹ്മയുഗവും തിയേറ്ററിൽ എത്തുകയാണ്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇഷ്ടമുള്ള സിനിമ തിരഞ്ഞെടുത്ത് കാണാൻ ഒട്ടനവധി ചോയ്സ് വന്നു കിട്ടിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? ജസ്റ്റ് കമന്റ്.